അമിത ജോലിഭാരത്തെ തുടർന്ന് യുവതി കുഴഞ്ഞു വീണ് മരിച്ചെന്ന പരാതിയുമായി കുടുംബം. പൂനെയിലെ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിക്കെതിരെയാണ് പരാതി. കൊച്ചി കങ്ങരപ്പടി സ്വദേശി അന്ന സെബാസ്റ്റ്യനാണ് മരിച്ചത്. രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മകൾ അതിന് തയ്യാറായിരുന്നില്ല എന്ന് കുടുംബം പറഞ്ഞു. ഇനിയൊരു മാതാപിതാക്കൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്ന് ചൂണ്ടിക്കാട്ടി ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനി ചെയർമാന് കുടുംബം കത്തയച്ചു. നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ വർക്ക് കൾച്ചറും അങ്ങനെയാണ്. എല്ലാ കോർപ്പറേറ്റുകളിലും ഒരു സമയമില്ല. ഇപ്പോൾ ആ ഒരു നിശ്ചിത സമയം സ്ലേവറി പോലെയാണ് ഇപ്പോൾ കോർപ്പറേറ്റുകൾ. അതിനൊരു അവസാനം വരണം. അതുമാത്രം ഉദ്ദേശിച്ചു. ഞങ്ങൾ ആ ലെറ്റർ എഴുതിയാലും അതുമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവർക്ക് ലീഗൽ നടപടി എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഇനിയുള്ള ഒരു ജോയിൻ ചെയ്യുന്ന ഒരു പുതിയ ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വരരുത്. ഞങ്ങൾ കത്തയച്ച് ഇന്ത്യ ചെയർമാൻ അയച്ചു കൊടുത്തു. പിന്നെ അവരുടെ ടോപ്പ് ഒഫീഷ്യൽസ് 5 പേർക്കും അയച്ചു. പുള്ളി പറഞ്ഞ പുള്ളി അന്നേരമാണ് ഈ സംഭവം അറിഞ്ഞത് തന്നെ. ഞങ്ങൾ ലെറ്റർ അയച്ചപ്പോൾ തന്നെയാണ് ഇതറിഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞങ്ങളൊരു ഫോറം ഉണ്ടാക്കുന്നുണ്ട്. ആ ഫോറത്തിൽ വെച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെൺകുട്ടിയുടെ മരണത്തിൽ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭാ കരന്തലജെ അറിയിച്ചു. വിവരങ്ങളുമായി നിതിൻ അംബുജൻ. നിതിൻ, അത് കേന്ദ്ര ഇടപെടൽ ഉണ്ടാകുന്നു, അന്വേഷണം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. ഇത് തൊഴിൽ മേഖല, കോർപ്പറേറ്റ് മേഖലയിലെ പ്രത്യേകിച്ച് IT മേഖലയിലൊക്കെ വർക്ക് കൾച്ചറിനെ കുറിച്ചുള്ള പുതിയ ഒരു ചർച്ചയ്ക്ക് ഹേതുവാകുവാണോ? കാശ്മീർ അങ്ങനെ തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ വഴിവെച്ചിരിക്കുന്നത്. കാരണം വലിയ ചർച്ചകൾക്കാണ് അന്നയുടെ അമ്മയുടെ കത്ത് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യ ചെയർമാൻ അയച്ച കത്ത് രാജ്യത്തുടനീളം ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. IT മേഖലയിലെ ഇത്തരത്തിലുള്ള തൊഴിൽ സമ്മർദ്ദമെല്ലാം തന്നെ ഇപ്പോൾ ചർച്ചയാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തര ഇടപെടൽ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ കത്ത് അയച്ച് സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നു. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ ഇത് പങ്കുവെച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തും അന്വേഷണം വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ശോഭാ കരന്തലജെ കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ഇതിൽ അന്വേഷണം നടത്തുമെന്നും തൊഴിൽ സാഹചര്യം തൊഴിൽ സമ്മർദ്ദമെല്ലാം തന്നെ അത്തരമൊരു നീക്കമുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് ശോഭാ കരന്തലജെ ഇപ്പോൾ ഈ ഒരു രാജീവ് ചന്ദ്രശേഖരന്റെ ആവശ്യം പരിഗണിച്ചൊരു മറുപടി നൽകിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്രത്തിന്റെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇതുവരെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളൊന്നും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് അന്നയുടെ പിതാവ് 24 വ്യക്തമാക്കിയത്. മാത്രമല്ല ഇതൊരു നിയമ നടപടി സ്വീകരിക്കുന്നതിനപ്പുറം ഇത്തരമൊരു തൊഴിൽ സാഹചര്യം മാറേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് കമ്പനി അധികൃതർക്ക് കത്തയച്ചതെന്നാണ് ഇപ്പോൾ അന്നയുടെ പിതാവ് വ്യക്തമാക്കിയത്. അത്തരത്തിൽ ജൂലൈയിലാണ് അന്ന ഈ കമ്പനിയിൽ പ്രവേശിക്കുന്നത്. പിന്നീട് മാർച്ചിലാണ് അന്ന കമ്പനിയിൽ പ്രവേശിക്കുന്നത്. അതിനുശേഷം മാസങ്ങൾക്കകം തന്നെ അന്ന കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ തൊഴിൽ സമ്മർദ്ദം താൻ അനുഭവപ്പെട്ടു എന്നാണ് അന്ന വീട്ടുകാരോട് പറഞ്ഞത്. എന്നാൽ രാജിവെച്ച് വരാൻ ആവശ്യപ്പെട്ടെങ്കിലും 1 വർഷം ഈ കമ്പനിയിൽ തുടർന്ന് മാത്രമേ രാജിവെക്കുകയുള്ളൂ എന്നാണ് അന്ന അറിയിച്ചത്. അങ്ങനെ രാത്രിയും അതോടൊപ്പം തന്നെ പലപ്പോഴും ഭക്ഷണം പോലും കഴിക്കാതെ ഒരു തൊഴിൽ ചെയ്യേണ്ട സാഹചര്യത്തെക്കുറിച്ച് പലപ്പോഴും അന്ന മാതാപിതാക്കളോട് പരാതിപ്പെട്ടിരുന്നു. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, അന്നയുടെ അമ്മ അയച്ച കത്ത് പിന്നീട് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഇതിൽ പിന്നീട് കമ്പനിയുടെ ഭാഗത്തുമുണ്ടായ ഒരു അനാസ്ഥയും ഇതിൽ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കമ്പനിയുടെ ഭാഗത്തും ആരും ഇതുവരെ അന്നയുടെ വീടുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഈ സംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുത്തില്ല എന്നാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. പിന്നാലെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശോഭാ കരന്തലജെ ഇത് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നിതിൻ അംബുജനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.